നാളെ ഡോക്ടറെ പോയേ പറ്റുള്ളൂ കേട്ടോ. നല്ല ചുമയുണ്ട്, വയ്യ. ഇന്നൊന്നും വിളിക്കുന്നില്ലേ? ഞാൻ അടുക്കളയിൽ ഞാൻ ഫോൺ വിളിച്ചതാണ്, ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നൊന്ന് വിളിക്കാതിലും ക്യാമറയുടെ മുന്നേ ഞങ്ങൾ നല്ല പിള്ള ചമയണല്ലേ. ഞാൻ വർക്കിലായിരുന്നു അറിയാലോ. എന്നാലും ഞാൻ ഞങ്ങൾ എന്താ വിചാരിക്ക? ആരൊക്കെയാണ്? 3 പേര്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, പിന്നെ നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന 3 ആൾക്കാരാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. ഇന്നിപ്പോൾ അമ്മൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് കരുതിയതാണ്, ബട്ട് കുറച്ച് കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് ഓക്കെ ആവണമെങ്കിൽ നാളെ പോവില്ല, ഇന്ന് ഓക്കെ ആയിട്ടില്ലെങ്കിൽ നാളെ പോകണം എന്നുള്ളതാണ് പ്ലാൻ അല്ലേ. അപ്പോൾ ആൾ കുറച്ചും കൂടിയൊക്കെ ഒരു പ്ലസൻ്റ് ആയ പോലെ അല്ലേ. ചുമ ഭയങ്കരമായിരുന്നു, ചുമയ്ക്കലും ഛർദിക്കലും കഫമൊക്കെ പോക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ പോകണമെന്ന് പ്ലാൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ നാളേക്ക് പ്ലാൻ ചെയ്യാം. വാട്ട് ആർ യു കുക്കിംഗ്? ഇന്ന് പിന്നെ രാവിലെ വലിയൊരു വെയിലുള്ള ദിവസമൊന്നുമല്ല, ഭയങ്കര നോക്കിയേ വെയിലൊന്നുമില്ലാത്ത മേഘാവൃതമാണോ വെച്ചാൽ അതുമല്ല, ഇടയ്ക്കൊക്കെ ലേശമുണ്ട്, കുറച്ച് ഭാഗത്തൊക്കെ ബ്ലൂ സ്കൈ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇനി കഴിക്കട്ടെ, 10:15 നേരം. ഞാൻ വർക്കിലേക്ക് തിരിയാൻ പോട്ടെ. 1-2 ക്ലയൻസിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്, ഇന്ന് ചെയ്ത് അയച്ചു കൊടുക്കണം കുറച്ച് കഴിയുമ്പോഴേക്ക്. നാളെ ഡോക്ടറെ പോയേ പറ്റുള്ളൂ കേട്ടോ. നല്ല ചുമയുണ്ട്, വയ്യ. വേർത്താല് ചുമ അധികമാണ്. ഇത് എന്താന്ന് മനസ്സിലാവുന്നത്. വേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, വേർത്ത് നിന്നാല് ചുമ അധികമാണ്. ഇന്നൊന്നും വിളിക്കുന്നില്ലേ? ഞാൻ അടുക്കളയിൽ ഞാൻ ഫോൺ വിളിച്ചതാണ്, ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നൊന്ന് വിളിക്കാതിലും ക്യാമറയുടെ മുന്നേ ഞങ്ങൾ നല്ല പിള്ള ചമയണല്ലേ. ഞാൻ വർക്കിലായിരുന്നു അറിയാലോ. 2 ക്ലയൻറ്റ് വെയിറ്റിംഗ്, ഒന്ന് പഞ്ചാബത്തി ഒന്ന് പിടുത്തി. ആക്ട് ചെയ്യാൻ നിൽക്കരുത് ക്യാമറയുടെ മുന്നേ. എന്നാലും ഞാൻ വന്നിട്ട് ഞങ്ങൾ എന്താ വിചാരിക്ക? നിങ്ങളെന്താ വിചാരിക്കുക? ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾ തന്നെയല്ലേ. നിങ്ങൾ കാണലില്ലേ വ്ളോഗിൽ? ഞാൻ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണോ? അല്ലല്ലോ. ചുമച്ച് ഛർദിച്ച് ഒച്ചയും കേട്ടു, ഫോണും വിളിച്ചു, എത്തിയും കൂടി നോക്കിയില്ല. നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആൾ തന്നെ. എനിക്ക് 2 വർക്ക് ഉണ്ടായിരുന്നു സത്യമായിട്ടും. ഒന്ന് ചണ്ഡീഗഡത്തെ ഒരു വർക്കുണ്ട്, ഒന്ന് ഇവിടെ ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കാനുള്ള വർക്കുണ്ട്. 2 വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ നാളെ ഡോക്ടറെ പോയേ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ചുമ 1.5 മാസമായി തുടങ്ങിയിട്ട് ഈ ചുമ. ഇതിനൊരു അവസാനം ഇല്ലയെന്നാവും. രാവിലെ തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ ഈ ചണ്ഡീഗഡത്തെ വർക്ക് തീർക്കാനായിട്ട്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് വേണത്രേ. ചില വർക്ക് ചെയ്യുന്ന ദിവസം എങ്ങനെയാണ്, നമുക്ക് വ്ളോഗ് ചെയ്യണമെന്ന് നേരം തന്നെ കിട്ടൂല. ഫുൾ ടൈം വർക്കിനകത്താണ് പോവും. ഇന്നും വലിയ വെയിലുള്ളൊരു ദിവസമായിട്ട് തോന്നണില്ല, മഴക്കാറ് പോലെയാണ്. ബട്ട് ബ്ലൂ സ്കൈ ഉണ്ട്. നമ്മുടെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കണം. സൈഡാണോ? ഇവിടെ നടുവിൽ കിട്ടും. ഏകദേശം 2 മണി കഴിഞ്ഞു. നമ്മുടെ ലഞ്ച് ഇതാ. വഴുതനങ്ങപ്പേരി, അമ്മൂൻ്റെ ഒരു കിച്ചടി പോലത്തെ സാധനം, ചിക്കൻ കറി, കൊണ്ടാട്ട മുളക്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. അതൊക്കെ എടുത്തുതാ, ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. കഴിക്കല്ലേ നിങ്ങളെ? എങ്ങനെയുണ്ട് ചുമ? എന്താ അവസ്ഥ? നാളെ ഡോക്ടറെ പോയേ പറ്റുള്ളൂ. കൊറോണ ലക്ഷണമൊന്നുമില്ല. നാളെ പോയേ പറ്റുള്ളൂ. അല്ല, തിന്നെന്താ ഉദ്ദേശമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. 6:45 നമ്മളെ ഡിന്നർ ടൈം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. 7 മണിക്ക് വരാം. വേണ്ട, വന്ന് കഴിക്കാം. അങ്ങനെ TV കണ്ടുകൊണ്ടിരുന്നാൽ മതി, നമുക്കൊന്നും തിന്നൊന്നും വേണ്ട. ഇനി വന്നിട്ട് ഉണ്ടാക്കി തരുന്നില്ല. പിന്നെ ഞാൻ താട്ടണിക്ക് വയ്യ ഉണ്ടാക്കാൻ. ദോശ ഉണ്ടാക്കട്ടെ? 2-3 എണ്ണം? 4 എണ്ണം? 3 എണ്ണം മതി. ഇതെന്തുവാ പൂജയോ? അതായത് ഞാൻ ഒക്കെ ഞെക്കിയാൽ മുഴുവൻ നമ്മളെ വരും. പിന്നെ അത് എന്തെങ്കിലും ഒന്ന് കണ്ടില്ല. 255 ഞെക്കണം, അപ്പം മലയാളം വരും. 255 അത് ഞെക്കിയല്ലോ. അതാണ് ഉപ്പുമുളകാ. അത് പറ്റി എനിക്ക് വേണ്ട. അത് അത് ശരി കേട്ടോ. ഈ ഉപ്പുമുളകിൽ പുതിയ ആൾക്കാർ വന്നതിന് ശേഷം വലിയ രസമൊന്നുമില്ല. ആ പഴയ ആ ഒരു വൈബ് പോയി കിട്ടി. ആ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു വൈബ് ഇല്ലേ. ഇപ്പൊ ആരൊക്കെയോ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ കഥ കൊണ്ടുപോണ പോലെ ഉണ്ട്. ഒരു ഇൻട്രസ്റ്റിങ്ങും അല്ല, ഇൻട്രസ്റ്റിങ്ങേ അല്ല. ഇതേ ദോശ റെഡി ആയിട്ടുണ്ടല്ലോ, എടുത്തോളൂ, കൊണ്ടുപോയിക്കോളൂ, കഴിച്ചോളൂ. ഉറച്ചിട്ടുമില്ല. 3 ആളാണ്.
ഇതിൽ ആര് മന്ത്രിയാവുന്നാണ് പണി. അല്ല അത് ശരി, അതാണ് ഇപ്പൊ ഇങ്ങനെ കിടന്നിട്ട് വട്ടം തിരിപ്പിന്. മൂന്നാളാണേ. ഇവിടെ ആകെ ഒന്നല്ലേ ഉള്ളൂ വിജയ്, അവിടെ 3 എണ്ണം. 3 കൂടി തമ്മിൽ 3 ജയിച്ചോ? 3 MLA-മാരിൽ ആര് വേണം മുഖ്യമന്ത്രി എന്നുള്ളടത്ത് അടിയാണ് നടക്കുന്നത് അവിടെ. ആരൊക്കെയാണ് 3 പേര്? അതാ 3 എണ്ണം തന്നെ. ഫോട്ടോ ഇടയ്ക്ക് വന്നു. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, പിന്നെ ആരാ നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന 3 ആൾക്കാരാണ്. ദോശപ്പണി ഏകദേശം കഴിയാറായി. അപ്പോഴേക്കും നമ്മളിതാ മാങ്ങ മുറിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്, പുളി കുറവാണ്. കഴിയാറായി. നിങ്ങളിൽ എത്ര പേർക്ക് മാങ്ങ ഇഷ്ടമാണ്? ഇവിടെ മാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കും എനിക്കും അമ്മൂനും അമ്മൂൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. കാരണം നാട്ടിലത്തെ ഒരു നൊസ്റ്റാൾജി ആണല്ലോ ചക്കയും മാങ്ങയും. കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ മേടിക്കാറുണ്ട്. ആ സീസൺ ആവാൻ വേണ്ടി കാത്തിരിക്കും. ഇപ്പോൾ മാങ്ങ നല്ല ടേസ്റ്റ് ആയില്ലേ? അത്ര മധുരമില്ല. മധുരമില്ല, കമ്പാരിറ്റീവ്ലി ബെറ്റർ. പുളിയില്ലല്ലോ. അത്രയില്ല. രാവിലെ കമ്പ്യൂട്ടറിലേക്ക് കയറിയതാ, ഇപ്പം ഇരുട്ടായി. ഇനിയും കമ്പ്യൂട്ടറിലേക്ക് തന്നെ പോകണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. കുറച്ച് പണിയുണ്ട്. ആ അതെന്താണ്? അതാ പൊട്ടിയില്ലേ? ഏയ് നല്ല ഉടുപ്പാണല്ലോ. അമ്മോന് ചുമ കൂടുതലാണ്. അതുകൊണ്ട് നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ നാളത്തെ വ്ളോഗ് കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.